ഓക്കെ. ഇനി ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റില് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ചില കണക്കുകൾ അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ചില കണക്കുകളിൽ ചെയ്തിട്ടിട്ടുണ്ട്. അത് സ്വയം നോക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും, കാണാതെ ചെയ്ത് നോക്കണം. ചോദ്യം വായിച്ചു നോക്കി കാണാതെ ചെയ്ത് നോക്കുക. അതിനുശേഷം അതിന്റെ ഏറ്റവും അവസാനം 2 കണക്കുകൾ ചെയ്യാതെ ആൻസർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ ആ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് ചോദ്യം വായിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അല്ലാതെ നേരെ വീഡിയോ കണ്ട് കണക്ക് ചെയ്യരുത്. അപ്പൊ ഇത്രയും വീഡിയോ കഴിഞ്ഞാൽ പോസ് ചെയ്യുക, ടെക്സ്റ്റിലെ കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം തുടർന്ന് വീഡിയോ കാണുക, എന്നിട്ട് തെറ്റ് തിരുത്തുക. അങ്ങനെ ആയിരിക്കണം പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ കണക്ക് ചെയ്യാൻ വായിക്കാം. ആദ്യത്തെ പ്രോബ്ലം: എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് travels 100 meter in 5 seconds with uniform acceleration. Find the acceleration of the car. എളുപ്പമാണ് കണക്ക്. അപ്പൊ ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ കണ്ടെത്തി എഴുതുക. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഒരു കാർ. അപ്പൊ അവിടെ റെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. നിശ്ചലാവസ്ഥയിൽ നിന്നുമാണ് കാറ് തുടങ്ങുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം 0 ആണ്, 0 ആണ്. u 0 ആണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിശ്ചലാവസ്ഥയിൽ എന്ത് ചെയ്തു? ട്രാവൽസ് 100 മീറ്റർ, 100 മീറ്റർ അത് സഞ്ചരിച്ചു. എങ്ങനെ? ഇൻ 5 സെക്കൻഡ്, 5 സെക്കൻഡ് കൊണ്ട്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? എസ് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ടൈം എന്ത് തന്നിട്ടുണ്ട്? 5 സെക്കൻഡ്. ഇനി നമ്മളോട് ചോദിച്ചത് വിത്ത് യൂണിഫോം ആക്സലറേഷൻ, സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ത്വരണം എത്ര? ആക്സലറേഷൻ എത്ര? അത് നമുക്ക് എന്താ കാണേണ്ടത്? എ, എസ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അപ്പൊ എയും ഉള്ള ഇക്വേഷൻ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. എന്താ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോ ഇത്തരത്തിൽ വാല്യൂസ് എഴുതുമ്പോൾ ഒരു കാര്യം കൂടിയും ശീലിക്കണം. യൂണിറ്റ് ശരിയാണോ? യൂണിറ്റ് ഒക്കെ ശരിയാണ്. ചിലപ്പോ സമയം മിനിറ്റിലൊക്കെ തരും. അപ്പൊ എന്താക്കി മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എഴുതി എസ് ഈസ് ഈക്വൽ ടു യു എത്രയാ? 0 ഇൻറ്റു ടി എത്രയാ? 5 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എ നമുക്കറിയില്ല, എ ആണ് കാണേണ്ടത്, ഇൻറ്റു ടി സ്ക്വയർ 5 സ്ക്വയർ. ദെൻ എസ് തന്നിട്ട് എത്രയാ? 100 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 5 0 പ്ലസ് 1/2. അപ്പൊ പിന്നെ പ്ലസ് വേണ്ട, 1/2 ഇൻറ്റു 5 സ്ക്വയർ 25. 1/2 ഇൻറ്റു 25a. 0 ഇൻറ്റു 5 0 ആണ്, പ്ലസ് പിന്നെ 0 ആണ്. പിന്നെ പ്ലസ് സൈൻ വേണ്ട, പിന്നെ 1/2a ഇൻറ്റു 5 സ്ക്വയർ. അത് ഈ 2 നമുക്ക് എ ആണ് കാണേണ്ടത്. അപ്പൊ എ നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ടു, സമത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് നിർത്തണം എ ഉള്ള വാല്യൂ. അത് നമുക്ക് ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25a. ഇവിടെ ഹരണാണ്, ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഗുണനായിട്ട് മാറാം. 2 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25a. ഓർ 2 ഇൻറ്റു 100 25നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു a. അപ്പൊ എയുടെ വാല്യൂ എന്ന് കിട്ടും നമുക്ക് 8. a ഈസ് ഈക്വൽ ടു 8. എത്ര പ്രാവശ്യം പോകും? 4 ഇൻറ്റു 2 25. 100 ഡിവൈഡഡ് ബൈ 25 4 ഇൻറ്റു 2 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആദ്യത്തെ കണക്ക്. അടുത്ത കണക്ക്: an object starting from rest travels with an acceleration of 5 meter per second square. What will be the velocity after 3 seconds? എന്താ ഇവിടെ പറഞ്ഞത്? നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഒരു വസ്തു എന്ത് ചെയ്യുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടുകൂടി സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്? 3 സെക്കൻഡിന് ശേഷം അതിന്റെ പ്രവേഗം എത്ര? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതണം. നിശ്ചലാവസ്ഥയിൽ നിന്നും ഓൾറെഡി u is equal to 0. അടുത്തത് എന്താ? ആക്സിലറേഷൻ, ത്വരണം തന്നിട്ടുണ്ട്. a is equal to 5 meter per second square. ത്വരണം. ഇനി തന്നിട്ടുണ്ട് സമയം, t is equal to 3 seconds. t is equal to 3 seconds. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? യൂണിറ്റ് ശരിയാണോ നോക്കി. യൂണിറ്റ് ഒക്കെ ശരിയാണ്. സമയം സെക്കൻഡിലാണ്, ത്വരണം ആക്സിലറേഷൻ യൂണിറ്റ് ശരിയാണ്, എല്ലാം ശരിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? What will the velocity after v? After t second, 3 സെക്കൻഡിന് ശേഷമുള്ള t
ടി സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി ആണ് നമ്മൾ വി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. വി ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് v is equal to u plus at is equal to 0 plus 5 into 3 is equal to 0 plus 15, then v is equal to 15 meter per second, 15 meter per second. അപ്പോൾ ആദ്യ പ്രവേഗം c0 ത്വരണം 5 meter per second square, സമയം 3 സെക്കൻഡ്. അപ്പൊ എന്ത് കിട്ടി? അന്ത്യപ്രവേഗം v is equal to 15 meter per second. കണക്ക് കാണാതെ ചെയ്തു പഠിക്കും. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്തത് നമ്മളിപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ കണ്ടു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ്, മോഷൻ ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്തു, നമ്മൾ ഉണ്ടാക്കി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ? ദ ഏരിയ ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ അത് ഒന്നും കൂടി തെളിയിക്കുകയാണ്. ഒരു എക്സാമ്പിൾ, അതാണ് ടെക്സ്റ്റിലെ അടുത്ത ആക്ടിവിറ്റി. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു ചലനവുമായി ബന്ധപ്പെട്ട ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിൽ നിന്നും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണും, അതുകൂടാതെ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് കാണും. അപ്പൊ രണ്ട് കേസുകൾ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ അതൊന്നും കൂടി പറയാം. അതിനുശേഷം ഒരെണ്ണം വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഇവിടെ ചെയ്യാം. ഇത് ചെയ്ത് പഠിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫ് ഇതാണ്. ഇതിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനാണ്. ഇത്തരത്തിലുള്ള ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ യൂണിഫോം ആക്സലറേഷൻ ആണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. വെലോസിറ്റി ഒന്നാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 10 പ്രവേഗം, ഒന്നാമത്തെ സെക്കൻഡിലെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 30, 4 40. അങ്ങനെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ എങ്ങനെയാ? യൂണിഫോം ആണ്. ഇത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ആക്സലറേഷൻ യൂണിഫോം ആണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ആദ്യത്തെ കേസ്, ഇൻ ഫസ്റ്റ് 2 സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. ആദ്യത്തെ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് 2 തരത്തിൽ കാണുകയാണ്. ഒന്ന് ഗ്രാഫിൽ നിന്നും, അതായത് ഏരിയ ഉപയോഗിച്ചിട്ട്, പിന്നെയോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, s is equal to ut plus half a t square. അതിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആദ്യത്തെ 2 സെക്കൻഡ് ആണ്. അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി u0 ആണ്. ആ ഫസ്റ്റ് കേസിൽ u0 ആണ്. ഫൈനൽ വെലോസിറ്റിയുടെ ആവശ്യമുണ്ട്. ഈ ആക്സലറേഷൻ ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 2. രണ്ടാമത്തെ സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനാൽ ഫൈനൽ വെലോസിറ്റി രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ആണ്. രണ്ടാമത്തെ സെക്കൻഡിലെ പ്രവേഗമാണ്. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിലെ പ്രവേഗം എത്ര വരും? 20 വരും. അപ്പൊ നമ്മൾ a കണ്ടു, v minus u divided by t, 20 minus 0 divided by 2 is equal to 10 meter per second square. അതാണ് a. ഇനി s is equal to ut plus half a t square ആണ്. u എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ 0 മുതൽ 2 വരെയുള്ളതാണ്. അപ്പൊ 0 എന്നുള്ള ടൈമിലെ പ്രവേഗം അത് 0 തന്നെയാണ്. അതിനാൽ 0 into t plus 1/2 a നമ്മൾ കണ്ടിട്ടുണ്ട്, 10 into 2 square, 2 സെക്കൻഡ് ആണ് സമയം, 2 square. അപ്പൊ അത് കിട്ടി 20 മീറ്റർ കിട്ടി. അപ്പൊ ഇക്വേഷൻ വഴി ചെയ്ത സമയത്ത് നമുക്ക് 20 മീറ്റർ കിട്ടി. ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ പക്ഷെ ആക്സലറേഷൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഇതേ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഇതിന്റെ ഏരിയ ഇത്രയും ഭാഗമാണ്. അപ്പൊ ഇത്രയും ഭാഗത്തെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റിനോട് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിനോട് തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ സ്ഥാനാന്തരം ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടത്. ഇവിടെ അങ്ങനെ നോക്കിയപ്പോൾ ഇത് ഈ ഷേപ്പ്, ജോമെട്രിക്കൽ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം half into b into h, അര ബി എച്ച്. ത്രികോണത്തിന്റെ ഏരിയ അര ബി എച്ച് എന്ന് പറഞ്ഞാൽ അര ഇൻറ്റു OS into OS into PS, OS into PS. അപ്പോ അര ഇൻറ്റു 2, OS എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. S ഇവിടെ 2 ആണ്. PS എന്ന് പറഞ്ഞാലോ PS 20, ഇത് 20 ആണ്. അവിടെ എത്ര കിട്ടി? 20 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 2 കേസിലും സെയിം ഉത്തരം, ഒരേ ഉത്തരം കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം തുല്യമായിട്ട് കണ്ടു. ഇനി അടുത്തത് ഈ ഫസ്റ്റ് 4 സെക്കൻഡ്, ആദ്യത്തെ 4 സെക്കൻഡില്
ആദ്യത്തെ 4 സെക്കൻഡിൽ. ആദ്യത്തെ 4 സെക്കൻഡിലെ നമുക്ക് എങ്ങനെ കാണാം? ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ്. ഇത് മാതിരി തന്നെ ഇക്വേഷൻ ഉപയോഗിച്ച് കാണാം. S is equal to ut plus half at square. അവിടെ എക്ക് മാറ്റമൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്. 40 minus 0 divided by 4. കാരണം ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 0 ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി, അത് 0. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നാലാമത്തെ സെക്കൻഡിലാണ്. നാലാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 40 ആണ്. അപ്പൊ 40 minus 0 v minus u എന്ന് പറഞ്ഞാൽ 40 minus 0 divided by t. സമയം 4 സെക്കൻഡ് ആണ്. അപ്പൊ അത് റെഡി. അപ്പോഴും 10 meter per second square നമുക്ക് ആക്സിലറേഷൻ അഥവാ ത്വരണം നമുക്ക് കിട്ടി. ഇനി നമുക്ക് S is equal to ut plus half at square എന്നുള്ള സമവാക്യം ഉപയോഗിച്ച് സ്ഥാനാന്തരം കാണാം. അപ്പൊ 0 into 4 plus 1/2 into 10 into 4 square. 1/2 into 10 into 4 square. t എന്ന് പറഞ്ഞാൽ 4 ആണ്. എത്ര കിട്ടി? 80 മീറ്റർ കിട്ടി. ഇനി ഇതേ സ്ഥാനാന്തരം, ഇതേ ഡിസ്പ്ലേസ്മെന്റ് വീണ്ടും നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് ഏരിയ ഉപയോഗിച്ച് കാണുകയാണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏതിന്റെ ഏരിയ കാണേണ്ടത്? നമ്മളിപ്പോ കൺസിഡർ ചെയ്യണത് 0 മുതൽ 4 സെക്കൻഡ് വരെയാണ്. അത് നമുക്ക് ഈ ട്രയാങ്കിൾ, അതായത് ORQ എന്നുള്ള ത്രികോണം, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് RBH എന്ന് പറഞ്ഞാൽ 1/2 into OR BOR H എന്ന് പറഞ്ഞാൽ QR. അപ്പൊ അത് റെഡി. 1/2 into OR എന്ന് പറഞ്ഞാൽ 4. QR is equal to 40. അപ്പൊ അത് റെഡി 80 മീറ്റർ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 80 മീറ്റർ. അതായിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പോഴും 80 കിട്ടി, ഇവിടെയും 80 കിട്ടി. ഇനി നമ്മളോട് 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയിൽ ഉള്ള സ്ഥാനാന്തരം കാണാൻ പറഞ്ഞേക്കാണ്. 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കാണാം. S is equal to ut plus half at square. അവിടെ ആക്സിലറേഷൻ കാണണം. അപ്പൊ 2 മുതൽ 4 വരെയുള്ള സമയമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്കൻഡിലെ പ്രവേഗം, രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ആണ്, അത് 20 ആണ്. അപ്പൊ v minus u എന്ന് പറഞ്ഞാൽ എന്ത് വരും? v minus u എന്ന് പറഞ്ഞാൽ 40 minus 20 divided by 2 is equal to 20 divided by 2 is equal to 10 meter per second square. മാറ്റില്ല, 3 കേസിലും 10 ആണ്, കാരണം യൂണിഫോം ആണ് വെലോസിറ്റി. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ s is equal to 20 into 2 plus 1/2 into 10 into 2 square. ഇവിടെ സമയം 2 സെക്കൻഡ് ആണ് വരിക, കാരണം 2 മുതൽ 4 സെക്കൻഡ് വരെയുള്ള സമയമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അവയ്ക്കിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ 4 minus 2 സെക്കൻഡ് ആണ്. അതിനാൽ t is equal to 2 സെക്കൻഡ് ആണ്. അപ്പൊ അത് കിട്ടി നമുക്ക് 60 മീറ്റർ. ഉത്തരം 60 മീറ്റർ. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 60 മീറ്റർ. ഇനി ഇത് തന്നെ നമുക്ക് 2 മുതൽ 4 വരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ ട്രപ്പീസിയത്തിന്റെ ചതുർഭുജത്തിന്റെ ഏരിയ, അത് നമുക്ക് എങ്ങനെ കാണാം? 2 തരത്തിൽ കാണാം. നമ്മളിപ്പോ കാണുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പോ ഏരിയ ഓഫ് SPAR plus area of PAQ. അപ്പൊ ഏരിയ ഓഫ് SPAR എന്ന് പറഞ്ഞാൽ എന്ത് വരും? PS into SR എന്ന് പറഞ്ഞാൽ PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, SR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. 20 into 2, അതേപോലെ 2 into 20 എന്നാണ് എഴുതിയിരിക്കുന്നത്, ഏതായാലും ഒരുപോലെ. പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PAQ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2 into അര into AP into AR. PAQ അതിന്റെ ഏരിയ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ അര into AP into AQ. AP into AQ. അപ്പൊ എന്ത് കിട്ടി? അര into AP എന്ന് പറഞ്ഞാൽ അത് SR ന് ഈക്വൽ ആണ്. SR എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പൊ AP യും 2 ആണ്. അര into 2 into 20 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്
ഈ ഡിസ്റ്റൻസ് ഇത് എത്രയായിരിക്കും? 20 ആയിരിക്കും. കാരണം ഇത് 40 ആണ്, ഇത് 20 ആണ്. അതിനാൽ ഇത് എത്രയായിരിക്കും? 20 ആയിരിക്കും. 40 മൈനസ് 20 20. അപ്പൊ അത് കിട്ടി 40 പ്ലസ് 20 = 60 മീറ്റർ. അവിടെ നമുക്ക് എന്ത് കിട്ടി? 60. അങ്ങനെ 3 കേസിലും നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫിൽ നിന്നും ചെയ്തു, അതുകൂടാതെ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്തു. അപ്പൊ ഇത് 3ഉം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം വരച്ച് കാണാതെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ് ഒന്നുകൂടി കേട്ടതിന് ശേഷം ചെയ്യാം. ഇനി അടുത്തായിട്ട് ആ പാഠത്തിന്റെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, നമ്മുടെ ആ ചാപ്റ്ററിൽ ആദ്യം ആ പാഠം തുടങ്ങുന്നത് ഒരു തുടക്കത്തിൽ വായിച്ചു നോക്കിയാൽ ഒരു തെങ്ങിന്റെ ഉയരം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ്. 2 കുട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ച, ഡിസ്കഷനിൽ നിന്നാണ്. അപ്പൊ അവിടെ തെങ്ങിന്റെ മുകളിൽ നിന്ന് നാളികേരം വീഴുന്നുണ്ട്. നാളികേരം വീഴുന്നത് 0 സെക്കൻഡിൽ. അപ്പൊ എപ്പോഴും താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0 സെക്കൻഡിൽ വെലോസിറ്റി 0, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ് ആയി. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പൊ ഇവിടെ തെങ്ങിന്റെ ഉയരം കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നാളികേരത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, തെങ്ങിന്റെ മുകളിൽ നിന്നും നാളികേരം വീഴുകയാണെങ്കിൽ തെങ്ങിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? നാളികേരം സഞ്ചരിച്ച ദൂരമാണ് തെങ്ങിന്റെ ഉയരം. അല്ലെങ്കിൽ നാളികേരത്തിനുണ്ടായ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്, നേർരേഖാചലനമാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമായിരിക്കും. അത് ശരി. അപ്പൊ നമുക്ക് സ്ഥാനാന്തരം കണ്ടാൽ മതി. സ്ഥാനാന്തരം എങ്ങനെ കാണാം? S = ut plus half a t square. അപ്പൊ അതിൽ സമയം പറഞ്ഞിട്ടില്ല. അപ്പൊ ടെക്സ്റ്റിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് നാളികേരം 2 സെക്കൻഡ് കൊണ്ട് വീണു എന്നുണ്ടെങ്കിൽ, നാളികേരം 2 സെക്കൻഡ് കൊണ്ട് വീണാൽ ut plus half a t square 0 into 2. കാരണം u എത്രയാ? 0 ആണ്. into 2 t 2 സെക്കൻഡ് പ്ലസ് 1/2 into a ആക്സലറേഷൻ സാധാരണ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. ഇവിടെ 10 ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അത് നമ്മൾ ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചാപ്റ്റർ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഇവിടെ ആക്സലറേഷൻ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്? ഏതെങ്കിലും 2 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ടാണ് വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 10 divided by 1. 20 - 10 divided by 20 - 10 divided, കാരണം ഫൈനൽ വെലോസിറ്റി 20, ഇനീഷ്യൽ വെലോസിറ്റി 10. അപ്പൊ 20 1 മുതൽ 2 സെക്കൻഡ് വരെയുള്ള സമയമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 20 - 10 divided by 1. 20 - 10 divided by 1 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ആക്സലറേഷൻ എത്രയാ? 1/2 into 10 into t square. t square എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ് 2 സ്ക്വയർ. അപ്പൊ 0 into 2 0 plus 1/2 into 10 into 4 വരും. അപ്പൊ എത്ര വരും? 2. അല്ലെങ്കിൽ എത്ര കിട്ടും? 20 മീറ്റർ. തെങ്ങിന്റെ ഉയരം 20 മീറ്റർ ആണെന്ന് കിട്ടും. അതാണ് ടെക്സ്റ്റിൽ അവസാനം കൊടുത്തിരുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് പഠിക്കുക. എല്ലാവരും ഇതോടെ ഈ ചാപ്റ്റർ തീരുകയാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ലെറ്റ് എക്സസൈസ് ചെയ്യാം.